ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം അല്ല ഫിഫയാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളൊന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് R9 ചലഞ്ച്, ബ്രസീലിലെ റൊണാൾഡോയുടെ ചലഞ്ച്. അതെന്താണെന്ന് വെച്ചാൽ ബ്രസീൽ റൊണാൾഡോ ചെയ്യുന്ന സംഭവങ്ങൾ. ആദ്യം ചെയ്യുന്നത് ഡ്രിബിളിങ്, പിന്നെ റൈറ്റ് ഫുട്ടും ലെഫ്റ്റ് ഫുട്ടും കൊണ്ടൊരു അടി, ഗോള്, പിന്നെന്താ ഒരു ഷൂട്ട്, ഡ്രിബിൾ ചെയ്ത് ഗോൾ അടിക്കണം. ഓക്കെ, അപ്പോൾ കളിയിലോട്ട് കിടക്കാം നമുക്ക്. റൊണാൾഡീനോനെ മാൻ ഓഫ് ദി മാച്ച് ആക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. മാൻ ഓഫ് ദി മാച്ച് ഒന്നും കൊടുക്കുന്നില്ല, എന്നാലും അതേപോലെ ആക്കണം. ഓക്കെ, കളിക്കാം നമുക്ക്. ഓക്കെ, കളി തുടങ്ങി. ആദ്യം തന്നെ കോർണർ കിക്കാണ്, പക്ഷെ അത് അവന്മാരെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, ബട്ട് എത്തില്ല. എന്തായാലും റൊണാൾഡീനോ എന്ത് ചെയ്യണം, പക്ഷെ റൊണാൾഡോ എന്ത് ചെയ്ത് തെറ്റിപ്പോന്നു. റൊണാൾഡോ ഹേ റൊണാൾഡോ, ഓ ഡ്രിബിളിങ്, ഓ മൈ ഗോഡ്, ബോൾ വെട്ടിപ്പുറത്തെടുത്തു റൊണാൾഡോ. ഓ അയ്യോ, റോബർട്ടോ കാർലോസ്. ഓക്കെ, റൊണാൾഡോ, അയ്യോ റൊണാൾഡോയുടെ കയ്യിൽ നിന്ന് ബോൾ തട്ടിപ്പിടിച്ചിട്ട് എനിക്ക് ഡ്രിബിളിങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. ഓക്കെ, റൊണാൾഡോ ഓടി ഓണ്ടേ, റൊണാൾഡോ സ്കിൽ, ബട്ട് ഡ്രിബിളിങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോന്ന് എനിക്കറിയത്തില്ല. ഓ മൈ ഗോഡ്, അവൻ ജാലിയിട്ട് ഇത് കിട്ടിയില്ല. നമുക്കൊരു വേറെ കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് റൊണാൾഡോന് കൊടുക്കാം, എന്നിട്ട് റൊണാൾഡോ പോയി ഇവിടെ നിന്ന് അടിക്കാൻ നോക്കട്ടെ. റൊണാൾഡോ അടിക്കാൻ നോക്കട്ടെ. അയ്യോ, റൊണാൾഡോ ഓസ്ട്രേലിയനെ അടിച്ചുകൊണ്ടൊന്ന് പോയി. ഓക്കെ, ഡേവിഡ് ബെക്കാം പോയില്ല. അയ്യോ, ഗോൾ കീപ്പർ ചാവ് അങ്ങനെയൊക്കെ അടിച്ച് എങ്ങനെ പിടിക്കാതെ. റൊണാൾഡോ നല്ല അവസരം, ഡ്രിബിളിങ്. അയ്യോ അത് പാസ്സായിരുന്നു. ഡ്രിബിളിങ് അയ്യോ ഓ പിടിയല്ല. അയ്യോ, ഗോൾ. ഇത്ര ഐക്കൺ പ്ലേയേഴ്സ് ഉണ്ടായിട്ട് പോലോ ആ ഗോൾ തടുത്തില്ല കിഴങ്ങന്മാർ. എന്തായാലും നമുക്കൊരു കുഴപ്പമില്ല, നമുക്ക് റൊണാൾഡീനോയുടെ ഒരു ഗോള് കിട്ടിയാൽ, നമുക്ക് റൊണാൾഡീനോയുടെ ഡ്രിബിളിങ് കിട്ടിയാൽ മതി. ഡ്രിബിളിങ് ആൻഡ് ഗോള് കിട്ടിയാൽ മതി. പക്ഷെ ഈ കളി നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ഒറ്റക്കളിയിൽ തന്നെ റൈറ്റ് ഫുട്ട് ലെഫ്റ്റ് ഫുട്ട് ആ അടി എനിക്ക് പറ്റുമെന്ന് അറിയത്തില്ല. ഈ പ്രാവശ്യം ഈ ഡ്രിബിളിങ്, അടുത്ത പ്രാവശ്യം എന്താ എടാ ബോൾ നമ്മൾ താഴെ ഇട്ട് ഫൗൾ. റെഫറി എന്നാണ്ട് സുഖമാണ്. ഹായ് റെഫറി. അത് ഇവന്മാർ എനിക്ക് ഡ്രിബിളിങ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, റൊണാൾഡോ, ഡേവിഡ് ബെക്കാമൊക്കെ എന്തുവാണോ കാണിക്കുന്നത്. ഈ കളി ഡ്രിബിളിങ് ഇതാക്കാന്ന് ഞാൻ വാക്ക് തന്നെ, പക്ഷെ പറ്റുമോ, തന്നെ പറ്റുമെന്ന് തോന്നുന്നു. അവൻ്റെ ഡ്രിബിൾ ചെയ്യുന്നു, അവൻ അടിക്കുന്നു. ഓ ബോക്സിൻ്റെ അകത്ത് നിന്ന് അടിക്കുക, അല്ലാതെ ലോങ് ഗോളായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. അയ്യോ, എന്തോ പറ്റി. അയ്യോ, അവർ കനുക്കൂല ആയിട്ടെന്തോ. ഓ മൈ ഗോഡ്,
നമ്മൾ ഹെഡ് ചെയ്ത് കണ്ടോ, ഇത് പ്രൊഫഷണലായിട്ട് ഹെഡ് ചെയ്യുന്നത്. ഓക്കെ, റൊണാൾഡോ ആൻഡ് ഷൂട്ട്. അയ്യോ റൊണാൾഡോ എന്തുവാണ് ഗൈസ്. 80 മിനിറ്റായി. നമുക്ക് നിങ്ങൾക്കൊക്കെ ഞാൻ വാക്ക് കൊടുത്തേ ഗോൾ അടിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു. ഇത് എക്സ്ട്രാ ടൈം വരെ പോകാൻ വേണ്ടി നമ്മൾ സെൽഫ് ഗോൾ അടിക്കുന്നു. എടാ കോട്ടുവല്ല, എന്നാലും നമ്മൾ സെൽഫ് ഗോൾ അടിച്ചു. എനിക്ക് എക്സ്ട്രാ ടൈമിൽ ഡ്രിബിൾ ചെയ്ത് ഗോൾ അടിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് റൊണാൾഡോനെ മാറ്റി മോനെ, എനിക്ക് വയ്യ ഗൈസ്. റൊണാൾഡോനെ മാറ്റി. അതുകൊണ്ട് ഗൈസ് ഞാനിത് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് വേറെ മാച്ചിൽ നമുക്ക് ഇതേക്കാം. അല്ലാതെ വേറെ വഴിയില്ല. അപ്പം ശരി, പക്ഷേ ഇത് നിർത്തുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഹലോ ഗൈസ്, ആ മാച്ചിൽ റൊണാൾഡോനെ കയറ്റിയത് കൊണ്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തത്. അപ്പം ഈ മാച്ചിൽ റൊണാൾഡോ കാണും. അപ്പം കളിക്കാം. ആ കളിക്കകത്ത് 60 മിനിറ്റ് ഇരിക്കും. 60 മിനിറ്റ്. അപ്പം ഡ്രിബിൾ ചെയ്യാൻ മാത്രമേ സമയം കാണത്തുള്ളൂ. ഇനി ആകെ 2 കളി. ഇനി ഈ കളി കഴിഞ്ഞിട്ട് ഒരു കളിയും കൂടെ ഉള്ളു റൊണാൾഡീനുമായിട്ട്. ആ കളിയിൽ ഞാൻ പറഞ്ഞ കാര്യം തീർക്കാൻ നോക്കാം. അല്ലേ സെക്കൻഡ് പാർട്ടായിട്ട് വരും. അത്രേ ഉള്ളൂ. ആദ്യം തന്നെ കോർണർ നമ്മൾ തട്ടിയിട്ടില്ല, പക്ഷെ എന്തായാലും കോർണറുണ്ട്. ഓ മൈ ഗോഡ്. യോ ഈ കിഴങ്ങന്മാരിനെ കാണിക്കുക. ശരി, പിടിച്ചോ. ആദ്യം ഡ്രിബിളിങ് അല്ലേ? ഓക്കെ റൊണാൾഡോ, എല്ലാവരും വെട്ടിക്ക് ആൻഡ് അടി. അയ്യോ ഗൈസ്, എന്തെങ്കിലുമൊക്കെ ഒരെണ്ണം സംഭവിക്കും. ഡ്രിബിൾ ചെയ്യാൻ പറ്റും. ഡ്രിബിൾ ചെയ്ത് വന്നാൽ അടിക്കാൻ ഗോളാക്കാൻ പറ്റത്തില്ല. എന്തായാലും ഗോളാണ്. ഞാൻ ഷുഗർ ഗോളായിട്ടാണ്. അയ്യോ എന്നെ തള്ളിയിട്ടേ ഇവന്മാര്. അയ്യോ, കുറച്ച് കഴിഞ്ഞിട്ട് റൊണാൾഡോനെ സബ് കയറ്റിക്കഴിഞ്ഞാൽ പെടുങ്ങാൻ. വിടങ്ങോട്ട്. ഓക്കെ, അടിച്ചോ. ഓ മൈ ഗോഡ്, എൻ്റെ അമ്മോ, 81ാമത്തെ മിനിറ്റിൽ ആ ഗോൾ വരുന്നു. ട്രിബിൾ ചെയ്തല്ല. പക്ഷെ എൻ്റെ അമ്മ, ഞാൻ പെട്ടെന്ന് വിചാരിച്ചു തീർക്കാൻ പറ്റത്തില്ല എന്നൊക്കെ. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ജയിച്ചു. എനിക്കിപ്പോൾ തോന്നുന്നു നമുക്ക് ഇപ്പോൾ ഷൂട്ട് വെച്ചാലോ എന്ന്. കാരണം അടിക്കാൻ തോന്നി. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി എക്സ്ട്രാ ടൈം കൂട്ടണമെങ്കിൽ നമ്മൾ സെൽഫ് ഗോൾ അടിക്കണം. അതുകൊണ്ട് ഷൂട്ട് വെക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ സെൽഫ് ഗോൾ അടിച്ച്. നിങ്ങൾ ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു തരാം വിശദമായിട്ട്. ഈ മാച്ച് പറ്റത്തില്ല. അടുത്ത മാച്ച് ഫിനിഷ് ചെയ്യാൻ ഞാൻ പോയി ചുമ്മാ അടിച്ചാണ്, അത് ഗോളായി. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ കളിയിൽ ഷൂട്ട് വെക്കണമെന്നായിരുന്നു റൊണാൾഡോ കൊണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഒരു സെൽഫ് ഗോൾ കൊടുത്തത്. അല്ല, എക്സ്ട്രാ ടൈം ആവുന്നു. പക്ഷേ അതിനു മുമ്പ്
അടിക്കാൻ ഞാൻ വിചാരിച്ചേ ഈ മാച്ചിൽ ഷൂട്ട് അടിക്കാൻ പറ്റത്തില്ലായിരുന്നു, പക്ഷെ ഞാൻ അടിച്ച്. എക്സ്ട്രാ ടൈം വെക്കാൻ പോയത് നന്നായി. ഒരു ഷൂട്ടും കിട്ടി. എൻ്റെ അമ്മോ അയ്യോ, ഒരു ഷൂട്ടിങ് കിട്ടി. ഇത്രയുള്ള വീഡിയോ. നീ ഇടത്തേക്കാലിനടി വലത്തേക്കാലിനടി അത് ചെയ്യാൻ ഞാൻ എന്തായാലും ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പം ബൈ. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്തു തരാം. അടുത്ത വീഡിയോ ഞാൻ ചെയ്യാം. ഈ ഇടത്തേക്കാലിലും അടി വലത്തേക്കാലിലും അടി. അപ്പം ശരി, എന്നാൽ ഓക്കെ ബൈ.